ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി മസാല കറിക്കണം, അതൊക്കെ കഴിച്ചുകൊണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. പെരുന്നാളല്ലേ, അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാരുതി ഒരു സൈഡത്തെ മുറ്റമൊക്കെ വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ചടിച്ച് വാരിട്ടോ. ഈ കഴിഞ്ഞ് കണ്ടില്ലേ, ഇത് പേരൻ്റെ മേലേക്ക് മറിഞ്ഞതാണ് കേട്ടോ. കത്തില്ലാത്തതുകൊണ്ടാണ് അതവിടെ കിടക്കുന്നത്. കത്തി ഒരു സ്ഥലത്തായി പോയി. അപ്പോൾ അതിന് ക്ലീനൊക്കെ ആക്കിങ്ങാണ്ട് കുറച്ച് മാങ്ങ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാക്കണം, ഞാൻ മുറ്റത്ത് ഉണക്കാനിട്ടതിന് സാധനങ്ങളൊക്കെ ഇതാക്കണം. സിമ്പൊക്കെ വലിച്ചിട്ടിക്കണം കേട്ടോ. തോട്ടിയൊക്കെ ഇതാക്കണം, ഇവിടെ കൊന്ന് ഇട്ടിക്കണം. മുറ്റൊക്കെ ആകെ കിടന്നിക്കണം. അപ്പോൾ മുറ്റത്ത് കണ്ട നിറച്ച് പുല്ലിങ്ങി ഇതൊക്കെ പറിച്ചുകൊണ്ട് അടിച്ച് വാരിയിടണം കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഇതൊക്കെ ഒരു തലക്കുന്ന പറിച്ചിൽ തുടങ്ങി. നല്ല തീരെ വയ്യ, ശരീരം കൊണ്ട് തീരെ വയ്യ. അപ്പം ഇതിൻ്റെ ഇടയിൽ മാങ്ങ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കണതിൻ്റെ ഇടയിൽ ഇത് ഗ്ലൂക്കോസിൻ്റെ പൊടിയാണ് കേട്ടോ. അതിൻ്റെ മേലത്തെ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം അതും കഴിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നുണ്ട്. ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഒക്കെ പുല്ലൊക്കെ പറിച്ച് മുറ്റൊക്കെ അടിച്ച് വാരിയിട്ടോ. കണ്ടോ, നമ്മളെ തോട് അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതിൻ്റെ സൗണ്ടൊക്കെ രാത്രിയൊക്കെ കേൾക്കും. ഇതൊക്കെ കഴിഞ്ഞ് പെരൻ്റെ മേലേക്ക് പൊളിഞ്ഞാടി പെര നാശമായിക്കണം. മൊത്തത്തിലൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ നാശമായിട്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പോയിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. കത്തി കിട്ടട്ടെ, കത്തി കിട്ടിയിട്ട് അത് കൊത്തി മുറിച്ചെടുത്ത് നോക്കണം. അപ്പോൾ അതൊക്കെ മുറ്റൊക്കെ അടിച്ച് വാരി പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടോ. ഇവിടെ കണ്ട ഒരു ലൗച്ചിനം പോലെ അത് പായൽ കുടിച്ചിങ്ങാണ്ടുള്ള സ്ഥലമാണ്. വെള്ളം ചാടി വാക്കിലൂടെയൊക്കെ പോയിക്കണതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞെന്ന് അടുത്ത ഇതാണ് മാങ്ങ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞതങ്ങാണ്ട് നിൽക്കണം. മാറാലിയും ഇതൊക്കെ തട്ടാൻ വേണ്ടി, ചതിലൊക്കെ തട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ വെല്ലുള്ളി തട്ടണം. സ്പീഡാക്കി ഇങ്ങാണ്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് പിന്നെ എളുപ്പം തോന്നുന്നത് കേട്ടോ. മെല്ലെ തട്ടണത്. ആ വൈഫൈൻ്റെ അതിൻ്റെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പം മെല്ലെ തട്ടണം. ആകെ വയറും ഇതൊക്കെയാണ് അതിലാകെ. അപ്പോൾ അവിടെയൊക്കെ തട്ടി ചുമരും ഇതൊക്കെ. ചുമരിപ്പോൾ തട്ടിയിട്ടില്ല. ഞാൻ മേലെയൊക്കെ മാറാല, ഓടുമ്പോൾ കൂടെ മാറാല ഇതൊക്കെയാണ് ഇപ്പോൾ എടുക്കണം കേട്ടോ. എളുപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് കൂടെ ഒക്കെ എളുപ്പം ചെയ്യുന്നുണ്ട്. മറ്റേ അങ്ങനെ തലക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയറൊക്കെ ആകെ നിലത്തേക്ക് ചാടും. മാറാല തോട്ടി ചുറ്റിങ്ങാട് അത്ര സ്പീഡിലോട്ട് ചെയ്യാനും പറ്റില്ല. കാരണം പട്ടികയും കാക്കോലൊക്കെ ആകെ ഇളകി നിൽക്കുകയാണ്. അതാ കണ്ടോ പ്ലാസ്റ്റിക്, അത് അടുക്കളയ്ക്കുള്ളതാണ് കേട്ടോ. പ്ലാസ്റ്റിക് അടുക്കളയ്ക്ക് ഓടല്ല, അടുക്കളയ്ക്ക് പ്ലാസ്റ്റിക് ഇട്ടിക്കുകയാണ്. അപ്പം അതിൻ്റെ ബാലൻസാണ് കാണുന്നത്. ഈ ഓടുമ്പക്ക് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞ് റൂമിൽ കൂടെ ഒക്കെ തട്ടൽ തുടങ്ങി കേട്ടോ. റൂമൊക്കെ തട്ടി പിന്നെയും കൊലായ്മക്കനെ വന്നിട്ടോ. ഈ ചുമരുകളൊക്കെ തട്ടി കൊടുക്കുകയാണ്. ഇതൊക്കെ തട്ടിങ്ങാണ്ട് എളുപ്പം അടിച്ചു വാരിയിടണം. ജനലും തട്ടുന്നുണ്ട് കേട്ടോ. റൂമുകളൊക്കെ തട്ടലൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. വലിയ വീഡിയോ ആയാൽ കാണാനും ബുദ്ധിമുട്ടായിരിക്കും. ആ ജനൽ കണ്ടോ, അതിന് അടച്ചുറപ്പില്ല. അതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് കണ്ട് മറിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അകൊക്കെ അടിച്ച് വാരിയിട്ടു. ഈ മേശയൊക്കെ വൃത്തികേടായി കിടക്കാൻ ഒക്കെ വൃത്തിയാക്കി ടൈമക്ക് അമ്മക്കുട്ടിയും ടെഡ്ഡി ബിയറൊക്കെ കയറ്റി വെച്ചങ്ങാണ്ട് അവിടെയും എളുപ്പം അടിച്ച് വാരിയിടണം. അതിൻ്റെ അടിയിൽ ഇതാക്കണം. മറ്റോല അതിൻ്റെ അടിയിൽ കൂടെ തന്നെ ഉണ്ട് ചാടിയിട്ടും തുള്ളിയിട്ടൊക്കെ. നിറച്ച് ചതിലുണ്ട് കേട്ടോ ഈ റൂമിൽ. അപ്പോൾ ഈ റൂമിൽ നല്ല പൊടിയുണ്ട്, നല്ല ചളി ഉണ്ടാവും തുടക്കുമ്പോൾ. എളുപ്പം തുടച്ചിടട്ടെ കേട്ടോ. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇത്രക്കൊന്നും സ്പീഡിൽ ഞാൻ എടുക്കണില്ല കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് നല്ല ക്ഷീണം പറ്റിട്ടോ.
ഉറക്കവും ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. ഗ്ലൂക്കോസ് പൊടി പിന്നെ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് അതൊക്കെ കുടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തോട് കാട്ടിത്തരാം. നമ്മളെ മുന്നിലില്ലേ നമ്മളെ തോട്. ഇതാണ് നമ്മളെ തോട് കേട്ടോ. തോട്ടിൽ രാത്രിയൊക്കെ ആയാൽ ഈ തോട്ടിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ തോടിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ കടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ഇപ്പോഴൊക്കെ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ സൗണ്ട് നല്ല ഇതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുഴൻ്റെ അടുത്തൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇതാക്കിയതാണ്. നല്ല വെള്ളമാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം. ഞാൻ തിരുമ്പലൊന്നുമില്ല കേട്ടോ. ഈ പൈപ്പാണ്, ഈ ജലനിധിൻ്റെ നമ്മളെ പെരേക്കുള്ള പൈപ്പാണ് കേട്ടോ. നല്ല വെള്ളം വരുന്നതാണ്. ഇതിൻ്റെ മേലൊക്കെ പോകലുണ്ട്. നല്ല വെള്ളം കുത്തിയടിച്ച് പോകുന്നുണ്ട്. അതിൽ കുടുങ്ങി പോയത് കണ്ടില്ല. മണ്ണ് കുത്തിയടിച്ച് പോയത് നല്ല വെള്ളം വന്നിട്ട് പോകുന്നുണ്ട്. ഇതങ്ങനെ പോയിട്ട് വന്നിട്ട് റോട്ടുമ്മക്കാണ് ചെല്ലണത്. ആ വെള്ളം ഉറവ വെള്ളമാണ് കേട്ടോ. നമ്മളെ തൊടു വലിയ വെള്ളം തന്നെ. അത് കഴിഞ്ഞതാക്കണ് നമുക്ക് പെരേക്ക് പെരുന്നാക്കിൽ സാധനങ്ങളൊക്കെ അകത്തേക്ക് എത്തിച്ചിരിക്കണത്. ചിക്കന് അതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കണ്. പരിപ്പ്, സോയാബീൻ, ക്യാബേജൊക്കെ നാളേക്കത്തിനുള്ളതാണ്. പെരുന്നാക്കത്തിന് എന്നാക്കണ ചന്ദ്രിക സോപ്പ്. പെരുന്നാളാകുമ്പോൾ പുതിയ സോപ്പ്, നല്ല സ്മെല്ലിലെ സോപ്പ് കൊണ്ട് കുളിച്ചണ്ടേ. ഞങ്ങൾ പെരയിൽ നിന്ന് കൊടുന്ന കറുകത്ത് കേട്ടോ. നല്ല ടേസ്റ്റിൽ നല്ല മധുരമുള്ള കറുകത്താണ് ഇട്ടത്. മാങ്ങ ഉണ്ട്, പിന്നെ വാഴക്ക, ഇഞ്ചി, വഴുതനങ്ങ ഒക്കെ ഉണ്ട്. റോബസ്റ്റ് പഴം ഉണ്ട്. പിന്നെ കഴിഞ്ഞങ്ങാണ്ട് ഇതാക്കണമെങ്കിൽ വൈകുന്നേരം ചക്കയും ബീഫും വെച്ചിരുന്നു. അതും കഞ്ഞിയും പിന്നെ ബീഫ് ഫ്രൈയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചാണ്. അതൊക്കെ കഴിച്ചങ്ങാണ്ട് പിന്നെ ഇനിയിപ്പം മറ്റേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ എത്തിങ്ങാണ്ട്. അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് കഞ്ഞി. അപ്പം എന്നാൽ ശരി, ബായ്.